അവരൊന്നും ചെയ്തില്ലായിരുന്നു. അവര് പ്രതികരിച്ചില്ല. അവരെല്ലാരെയും കൂൾ ഡൗൺ ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു. എന്റെ ടീമിലെ അവര് ഒരു 10 ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യും. അവർക്കൊരു ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അടുത്തതിലേക്ക് പോവാന്നുള്ളൊരു അവരോടും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അയാള് അലയ്ക്കുന്നോണ്ട് കേൾക്കുന്നില്ല. എന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. അതാണ് എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ എന്നെ ഒന്ന് സംസാരിക്കാൻ വിട്ടൂടെ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ സൈലൻസ് ചെയ്യണേ? ഇവിടെ ഞാനാണ് വിക്ടിം. എന്നെയാണ് ഈ പെർപെട്രേറ്റേഴ്സ് എല്ലാവരും ഇതാക്കുന്നത്. ഇതെപ്പോഴും ഒരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് വിക്ടിം ബ്ലെയിമിങ് ആയിരുന്നു. കുറച്ച് അവരത് ഇന്റൻഡ് ചെയ്തതല്ല. അത് കഴിഞ്ഞ് വന്ന് സംസാരിച്ചു. അവര് സേഫാണ് കളിച്ചത്. അത് കഴിഞ്ഞ് എന്നോട് വന്ന് ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. ഇങ്ങനെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടും എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, നമ്മളൊരു ടീമാണ്. എനിക്ക് അവിടെ ഒരു ടീമായിട്ട് തോന്നിയില്ല. ഞാൻ അവിടെ ഒറ്റപ്പെട്ടു. ഇൻഫാക്ട് ഒരു തന്നെയുള്ളൊരു സ്ത്രീ ഉള്ള നിലയിൽ അതിലും കൂടുതൽ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എന്നെ പിടിച്ച് അത് അവരെല്ലാരും കണ്ടുകൊണ്ടിരുന്നു. അല്ലാതെ അപ്പോ ഞാൻ ഇത് റോൾസ് റിവേഴ്സ്ഡ് ആയിരുന്നെങ്കിൽ, ഇത് എന്റെ ഫസ്റ്റ് മൂവി. ഫോർ ഇൻസ്റ്റൻസ് 96ന്റെ പ്രസ് മീറ്റിൽ എന്റെ കൂടെ അഭിനയിച്ച ആളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ ഞാൻ പ്രതികരിച്ചാനെ. അത് ഒരു തരത്തിലുമുള്ള ഒരു ഡിഫെൻസ് അല്ല. ഇപ്പൊ നിങ്ങൾ റോഡിൽ ഒരു പട്ടിയെ കൊല്ലുന്നത് കണ്ടാൽ നമ്മൾ നിൽക്കുക. അത് തെറ്റാണെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത് തെറ്റാണെന്നൊരു കോമൺ സെൻസ് മതി.